അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഒരു സന്തോഷ സുദിനത്തിൽ വ്യത്യസ്തമായ ആഘോഷങ്ങളും കളികളും ചിരികളും അതുപോലെ തന്നെ പള്ളികളിൽ നിന്ന് ഇന്ന് നമ്മൾ കേട്ട ഈദ്ഗാഹുകളിൽ നിന്ന് ഇന്ന് നമ്മൾ കേട്ട തക്ബീർ ധ്വനികളും ഒരുപാട് നല്ല സന്ദേശങ്ങളും റമളാനിൽ നേടിയ നന്മകൾ ഇനി ജീവിതത്തിൻ്റെ അടുത്ത ഒരു റമളാൻ വരെ നിലനിർത്തുമെന്നുള്ള പ്രഖ്യാപനവുമൊക്കെയായി നിങ്ങൾ വീടുകളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് വേണ്ടി എല്ലാ വിശുദ്ധ റമളാൻ കഴിഞ്ഞുള്ള പെരുന്നാളിലും ബലിപെരുന്നാളിലും നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഈദ് ട്രഷർ ഹണ്ട് അത് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഈ ഈദ് ട്രഷർ ഹണ്ടിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ അബ്ദുറഹ്മാൻ, എന്നോടൊപ്പം അംജദ് മദനി. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദുൽ ഫിത്തർ ആശംസിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. പെരുന്നാൾ ആഘോഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിന് വലിയൊരു സന്തോഷം ഉണ്ടാവും. അതെ, ഓരോ നോമ്പ് അവസാനിക്കുമ്പോഴും ഞാൻ നരകത്തിൽ നിന്ന് 70 വർഷം ദൂരേക്ക് അകറ്റപ്പെട്ടല്ലോ എന്ന സന്തോഷം. അങ്ങനെ 30 നോമ്പിൻ്റെ 70 വർഷങ്ങൾ, അതാണ് ഒരു പെരുന്നാളിലെത്തുമ്പോഴുള്ള നമ്മുടെ അതിസന്തോഷം. ഈ സന്തോഷ ദിനത്തിൻ്റെ മാറ്റുകൂട്ടുന്ന, സന്തോഷത്തിന് ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു ഇരട്ടി മധുരമാണ് ഈദ് ട്രഷർ ഹണ്ട്. മാത്രമല്ല പെരുന്നാൾ എന്ന് പറയുന്നത് ചിലരൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. അതായത് ഇന്ന് സന്തോഷമാണ്, ആഘോഷമാണ്, എന്തു ആവാം, എങ്ങനെയാവാം എന്നൊക്കെയാണ്. ഇത്രകാലം ചെയ്ത നന്മകളെയൊക്കെ തകർത്തു കളയാൻ സാധ്യതയുള്ള ആഘോഷം എന്ത് എങ്ങനെയെന്നൊന്നും ഒരു ധാരണയില്ലാത്തവർക്ക് മുമ്പിൽ ആഘോഷിക്കാനുള്ള ഒരു വക നൽകുകയാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ ഈദ് ട്രഷർ ഹണ്ടിലൂടെ. ഈ ട്രഷർ ഹണ്ടിൻ്റെ ഈ ഒരു ശബ്ദം ഇത് പീസ് റേഡിയോയിലൂടെയാണ് കൂടുതൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫേസ്ബുക്ക് പേജിലോ യൂട്യൂബ് ചാനലിലോ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അവരോട് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, ഈദ് ട്രഷർ ഹണ്ടിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകണം. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ആളുകൾ ഒരുപക്ഷേ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈദ് ട്രഷർ ഹണ്ടിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോകുക, അപ്ഡേറ്റ് ബട്ടൺ അമർത്തുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ വലതുവശത്തായി ട്രഷർ ഹണ്ട് എന്നൊരു ബട്ടൺ കാണും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈദ് ട്രഷർ ഹണ്ടിൽ രജിസ്റ്റർ ചെയ്യണം. ഒരുപക്ഷെ വളരെ കൂടുതൽ ആളുകൾ ഈ ട്രഷർ ഹണ്ടിൻ്റെ ആഡുകൾ നേരത്തെ കണ്ട്, അതിൻ്റെ പരസ്യങ്ങൾ നേരത്തെ കണ്ട് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് ആദ്യമായി ഇത് കേൾക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവർ ഈ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അത് രജിസ്റ്റർ ചെയ്യുക, ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ട്രഷർ ഹണ്ടിൽ പങ്കെടുക്കാൻ വേണ്ടി റെഡിയാവുക. ഇത് ട്രഷർ ഹണ്ടിൽ നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾക്ക് കുടുംബസമേതം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ആവേശം ലഭിക്കുന്ന, ആകർഷകമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു പ്രത്യേക മത്സരമാണ്. ഒരു ഫാമിലി ത്രില്ലറാണ്. അതെ, ഫാമിലി ത്രില്ലർ എന്ന വാക്ക് തന്നെയാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അതിന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നു തന്നെ നിങ്ങളുടെ ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആ ഒരു വിൻഡോയിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ വീട്ടിലേക്ക് വിരുന്ന് വന്നവരോ അല്ലെങ്കിൽ വഴിയിൽ നിന്ന് നിങ്ങളോടൊപ്പം വീട്ടിലേക്ക് എത്തിയവരൊക്കെ ഈ ഒരു പരിപാടിയിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പങ്കെടുപ്പിക്കാവുന്നതാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. 5 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത്. ഒന്ന്, ഇപ്പോൾ ഈ ഒരു ശബ്ദത്തിൻ്റെ അവസാനം നിങ്ങൾ കേൾക്കുന്ന ചോദ്യത്തിന് ഉത്തരം അയക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ 12 മണിക്ക്, പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക്, പിന്നീട് 4 മണിക്ക്, പിന്നീട് 5 മണിക്ക്. ഇങ്ങനെ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഓരോ ചോദ്യത്തിനും ഉത്തരം ശരിയാണെങ്കിൽ ഒരു ക്ലൂ നിങ്ങൾക്ക് ലഭിക്കും. ആ 5 ക്ലൂകൾ കൂടി കണക്ട് ചെയ്തിട്ടാണ് അവസാനം നിങ്ങൾ നിധി കണ്ടെത്തേണ്ടത്. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ നൽകുന്നതോടുകൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലൂ അത് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഓരോ ക്ലൂവും അടുത്ത ക്ലൂവിലേക്ക് എത്തണം. അത് അങ്ങനെ കണക്ട് ചെയ്ത് അവസാനം നിങ്ങൾ നിധി കണ്ടെത്തിയിരിക്കണം. ആർക്കാണോ നിധി കണ്ടെത്താൻ ഭാഗ്യം കിട്ടുന്നത് അവർക്കെല്ലാവർക്കും വളരെ മനോഹരമായ സമ്മാനങ്ങളുമായി പീസ് റേഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇതാ നമ്മൾ ഇന്നത്തെ ഈ ട്രഷർ ഹണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചോദ്യവുമായി അംജു, ഒന്നാമത്തത് വളരെ ലളിതമായൊരു ചോദ്യമാണ്. പത്രവാർത്തകളിലൂടെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് സുനിത വില്യംസ് മടങ്ങി വന്നു എന്നാണ്. സുനിത വില്യംസ് മടങ്ങി വന്നപ്പോൾ അതൊരു ലോക ചിരിദിനത്തിൻ്റെ അന്നാണ് മടങ്ങി വന്നത്. പത്രങ്ങളൊക്കെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. അതെ, അപ്പോൾ സുനിത വില്യംസ് മടങ്ങി വന്നത് നമ്മൾ കൂടുതൽ വാർത്തയാക്കാൻ കാരണം അതൊരു ഇന്ത്യൻ വംശജയാണ് എന്നതുകൂടി കൊണ്ടാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പരിചയമുള്ള ഒരു പേരാണ് സുനിത വില്യംസ്. ബഹിരാകാശ നിലയത്തിൽ എത്ര ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസങ്ങൾക്ക് പോയതാണ്. പക്ഷേ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് സുനിത വില്യംസ് മടങ്ങി വരുന്നത്. സുനിത വില്യംസിനോടൊപ്പം യാത്ര ചെയ്ത പുരുഷന്മാരുണ്ടായിരുന്നു. ചോദ്യം അതിനെക്കുറിച്ചല്ല. ബഹിരാകാശ നിലയത്തിൽ സുനിത വില്യംസ് അവിടെ
കുടുങ്ങിക്കിടന്നപ്പോൾ, അവിടെ താമസിച്ചപ്പോൾ എന്ന് പറയാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട്, അവിടെ കുടുങ്ങിക്കിടന്നപ്പോൾ എത്ര സ്ത്രീകളായിരുന്നു സുനിത വില്യംസ് അടക്കം ബഹിരാകാശ നിലയത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ചോദ്യം വ്യക്തമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉണ്ടായിരുന്ന അവസാനത്തെ യാത്രക്കാർ, സുനിത വില്യംസ് അടക്കമുള്ള ആ യാത്രക്കാർ, ആ കൂട്ടത്തിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രവാർത്തകളും മറ്റുമൊക്കെ ശ്രദ്ധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഉത്തരങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും അത് കൃത്യമായി നൽകുക. അത് നൽകുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ക്ലൂ ലഭിച്ചാൽ അടുത്ത ഒരു ചോദ്യത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 എന്നാണ് ഉദാഹരണത്തിന് ഉത്തരമെങ്കിൽ 4 എന്ന് മലയാളത്തിൽ എഴുതരുത്, 4 എന്ന് ഇംഗ്ലീഷിലും എഴുതരുത്. എഴുതേണ്ടത് 4 എന്ന അക്കത്തിൽ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മാത്രമാണ്, ഉത്തരം സബ്മിറ്റ് അടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലൂ ലഭിക്കുകയുള്ളൂ. ഈ ക്ലൂ ആണ് അവസാനത്തെ നിധിയിലേക്ക് നിങ്ങളെ സഹായിക്കുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ആദ്യത്തെ ചോദ്യം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അതാ ട്രഷർ ഹണ്ടിൻ്റെ നിധി തേടിയുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിനകത്തും പുറത്തുമൊക്കെയുള്ള മലയാളി കുടുംബങ്ങൾ ഒന്നിച്ചൊരുമിച്ച് പീസ് റേഡിയോയുടെ ഈദ് ട്രഷർ ഹണ്ട് സജീവമാക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇൻഷാ അള്ളാ അടുത്ത ചോദ്യവുമായി 12 മണിക്ക് ഇൻഷാ അള്ളാ ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണാനെത്തും. അപ്പോഴേക്ക് കിട്ടിയ ക്ലൂവുമായി നിങ്ങൾക്ക് കാത്തിരിക്കാം. നിധിയിലേക്കെത്താനുള്ള ആദ്യ കടമ്പ നിങ്ങൾ കടന്നിരിക്കണം.